എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ദൈവാനുഗ്രഹവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള നമുക്കൊരു എഫേർട്ടും ഉണ്ടെങ്കിൽ എവിടെയും പോകുന്നതിനും നന്നായി നമുക്ക് ഇവിടുന്ന് മെച്ചമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. കൃഷി പുള്ളിക്കാരൻ തോമസ് തുടങ്ങിയിരിക്കുന്നത് ഒത്തിരി ദൈവാനുഗ്രഹത്താൽ തുടങ്ങിയതാണ്. അത് പുള്ളിക്കാരൻ്റെ ഫുൾ എഫേർട്ടും കഷ്ടപ്പാടുമാണ് ഈ കാണുന്നത് മുഴുവൻ. ദൈവാനുഗ്രഹം കൊണ്ട് ഇത് ഇത്രയൊക്കെ ആയി. അപ്പം കൃഷിയിൽ താല്പര്യമുള്ളതുകൊണ്ട് തോമസ് പണ്ട് മുതലേ കൃഷിയുടെ പലതരം കൃഷിയുടെ പുറകെ തന്നെയായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിലെത്തി നിൽക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇത് ഇത്രയൊക്കെ ആയി. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ കൽപ്പറ്റയാണ് താമസം. ഞാനും കുടുംബവും കൽപ്പറ്റയാണ് താമസം. ഇവിടെ കർണാടകയിൽ വന്നിട്ട് ഒരു 1.5 വർഷമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. കൃഷി ഒത്തിരി ലാഭകരമാണെന്നുള്ള രീതിയിലാണ് ഒന്ന് തുടങ്ങിയത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 വർഷം കൊണ്ട് ഏകദേശം ഇത് പൂക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു വിളവെടുപ്പ് നടത്തി ഏകദേശം ഒരു 10 ടണ്ണോളം കായ പറിച്ചു. എനിക്കിവിടെ 4000 ചെടിയാണ് ഉള്ളത്. അതിൽ ഏകദേശം ആദ്യത്തെ ഒരു വിളവെടുപ്പിൽ തന്നെ ഒരു ചെടിയിൽ ഒരു 10 കായ വെച്ചിട്ട് ഏകദേശം 9-10 കായൊക്കെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പ് ഈ മാസം ജൂലൈ മാസം ഒരു പകുതിയോടുകൂടി ആവും. അതിലും ഏകദേശം കുറച്ചും കൂടെ കൂടുതൽ ഒരു 10-12 ടണ്ണോളം കായ കിട്ടും. ഒരു ചെടിയിൽ 10-15 കായ വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ചെറിയ തോതിൽ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇതേപോലെ മുട്ടൊക്കെ വരാൻ തുടങ്ങി. ഇനി ഒരു 10 ദിവസം കൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ മുട്ടുകൾ വരാൻ തുടങ്ങും. അങ്ങനെ ഏകദേശം ഒക്ടോബർ വരെ മാസത്തിലൊരിക്കൽ വെച്ചിട്ട് ഈ ചെടി ഇങ്ങനെ പൂക്കും. ഒക്ടോബർ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പ്രൂൺ ചെയ്യും. അതായത് ഈ റൗണ്ടിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. കായ പറിച്ചത് ഫുള്ളായിട്ട്. അതിനുശേഷം ഒരു 4 മാസം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കമ്പോസ്റ്റും അതുപോലെ തന്നെ രാസവളം ഒഴിവാക്കിയിട്ടുള്ള വളങ്ങളും ഇട്ട് നല്ലോണം നനച്ച് ചെടിയെ സംരക്ഷിക്കണം. അന്നേരം 4 മാസം കൊണ്ട് പിന്നെയും ഇതേപോലത്തെ ഫ്രൂട്ടുകൾ വളർന്ന് മെച്ചുവറാവും. പിന്നെയും അടുത്ത ഏകദേശം ഒരു മാർച്ച് മാസം തൊട്ടിട്ട് പൂവിടാൻ തുടങ്ങും. മാർച്ച് മാസം തൊട്ട് പൂവിട്ടാൽ പിന്നെയും അടുത്ത ഒക്ടോബർ വരെ നമുക്ക് പറിക്കാം. അതായത് മാർച്ച് മാസം തൊട്ട് പൂവിടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം ഉപയോഗിക്കരുത്. പിന്നെ അതിൽ പൊട്ടാഷ് മാത്രം ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ കായ നന്നാകാനും പൂ വരാനും വേണ്ടിയിട്ട്. നമുക്ക് ഈ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചെടിക്ക് സ്ഥലം ഒരുക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് അധികവും നിരന്ന സ്ഥലവും പിന്നെ ചോലയില്ലാത്ത സ്ഥലങ്ങളാണ് നല്ലത്. പിന്നെ ചുവപ്പ് മണ്ണാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. നമ്മൾ സ്ഥലം ഒരുക്കുമ്പോൾ അതായത് ബെഡായിട്ട് വെള്ളം നിൽക്കാത്ത വിധത്തിൽ ചാല് കോരി വൃത്തിയാക്കിയിട്ട് വേണം ചെടികൾ നടാൻ. ചെടികൾ നടുമ്പോൾ ഒരു 10 ചെടിയുടെ ഒരു ലൈൻ വെച്ചിട്ട് അങ്ങനെ 4, 5, 10 ലൈൻ വെച്ചിട്ട് നടുക. എന്ന് വെച്ചാൽ എങ്ങനെയായാലും മഴക്കാലത്ത് വെള്ളം നിൽക്കരുത്. മഴക്കാലത്ത് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. അതായത് നമ്മളിപ്പോൾ ഇത് കർണാടകയിൽ അധികം നിരന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് നടുന്നതിന് നമ്മൾ ചെയ്യൽ ആദ്യമേ ട്രാക്ടർ പൂട്ടി ഡിസ്ക് അടിച്ച് റൊട്ടവേറ്റർ അടിച്ച് ചാല് കയറും. അതായത് ചാല് കയറുന്ന ശരിക്ക് JCBക്കോ അതുപോലത്തെ എന്തെങ്കിലും ചെറിയ ഹിറ്റാച്ചിക്കോ ചാല് കയറുക. ഒരു 10-50 ചെടി ഒരു ബ്ലോക്കിൽ നിൽക്കുന്ന വിധത്തിൽ 50-100 ചെടി മാക്സിമം. അതാണ് നമുക്ക് പണിയെടുക്കാനും ഓരോ ഐറ്റം തിരിക്കാനും വളമിടാനും എല്ലാം നല്ലത് അതാണ്. ചാല് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ലൈൻ അടിച്ചിട്ട് ഒരു 2.5 അടി ആഴമുള്ള കുഴി കുഴിക്കുക. അതായത് 4 ഇഞ്ച് സ്ക്വയറിലുള്ള 7 അടിയിൽ കോൺക്രീറ്റ് പോസ്റ്റാണ് നമുക്ക് ഇറക്കേണ്ടത് ഈ കുഴിയിൽ. അതിന് 2.5 അടി കുഴിയിൽ ഇറക്കുക.
2 അടി ഉണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് മറിയുകയില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. 2 അടി കുഴി കുഴിച്ച് പോസ്റ്റ് കുഴിയിൽ ഇറക്കിയിട്ട് പിന്നെ ശരിക്കും മണ്ണ് കൊണ്ട് ഉറപ്പിക്കുക. പിന്നെ വേണമെങ്കിൽ 2 അടി ഉള്ളത് കൊണ്ട് മണ്ണിട്ടാൽ മതി, കല്ലൊന്നും കൊണ്ടും കുത്തി ഉറപ്പിക്കണമെന്നില്ല. ഉറപ്പിച്ച് പോസ്റ്റെല്ലാം ലെവലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചാല് കീറുക. പോസ്റ്റിന് ചുറ്റും റൗണ്ട് എടുക്കുക. റൗണ്ട് എടുത്തിട്ട് 4 ഇഞ്ച് സ്ക്വയറിലുള്ള പോസ്റ്റാണ്. അതായത് ഇനി 4 അടി ഉയരം ഉണ്ടാവും. അതിൽ നമ്മൾ 1 അടിയിലധികം ഉയരമുള്ള പിന്നെ തണ്ട്, അതായത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടാണ് വെക്കുക ഇത് നടാൻ വേണ്ടിയിട്ട്. 1 അടിയിൽ ഉയരമുള്ള തണ്ട് വെക്കും. അത് നമ്മൾ ഈ 4 ഇഞ്ച് വീതിയുള്ള പോസ്റ്റിൻ്റെ 4 സൈഡുണ്ട്. അത് അതിൻ്റെ ഓരോ സൈഡിൻ്റെ സെൻറ്ററിൽ 2 ഇഞ്ച് താത്തിയിട്ട് ഈ തണ്ട് കുഴിച്ചിടും. 2 ഇഞ്ച് താഴാവുള്ളൂ, കണ്ടമാനം താഴരുത്. 2 ഇഞ്ചിന് 1.5 ഇഞ്ച് തന്നാലും മതി. എന്നാൽ 4 പിന്നെ തണ്ടും 4 സൈഡിലും സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു വണ്ണമുള്ള ചാക്കുനൂല് കൊണ്ട്, ചാക്കുനൂല് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പൊക്കോളും. മറ്റേ ചെടി വളരുമ്പോഴും മറ്റേത് ചെടിക്ക് ക്ഷീണമാണ് പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിച്ചാൽ. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറമ്പിലൊക്കെ കിടന്നൊക്കെ പ്രശ്നമായതുകൊണ്ട് ചാക്കുനൂലാകുമ്പോൾ വലിയ വിഷയം വരില്ല. അന്നേരം അതിനെ കെട്ടി വെക്കുക. കെട്ടിയിട്ട് 2 ഇഞ്ച് കനത്തിൽ മാത്രം മണ്ണിട്ടിട്ട് ഇതാക്കുക. ഇനി നടുന്നതിന് മുമ്പ് ഈ ചാലെടുത്ത് അതിന് നമ്മൾ ജൈവവളം ചേർക്കണം, എന്നിട്ടേ നടാവുള്ളൂ. അതായത് ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എന്നൊക്കെ കണ്ടമാനം വേണ്ട, എല്ലാം കൂടി ഒരു 2-3 കിലോ ഇട്ടാച്ചാൽ മതി. ഇപ്പം തുടക്കത്തിൽ രാസവളങ്ങളൊന്നും ഇടരുത്. ഇട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് 2 ഇഞ്ച് താത്തിയിട്ട് ഇത് വെക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വളം ഇട്ടതിന് ശേഷം ഒന്ന് നനച്ചും കൊടുക്കണം. നനച്ച് കൊടുത്തിട്ട് തണ്ട് വെക്കുന്നു, തണ്ട് വെച്ച് കെട്ടുന്നു. തണ്ട് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ 4 തണ്ട് വെച്ച് കെട്ടി പിന്നെ നമ്മൾ പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ചുവട്ടിൽ പുല്ലൊന്നും കയറാതെ നോക്കണം. പിന്നെ ഇതിന് വേറെ ചപ്പോ ചവറോ ഒന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇടരുത്. എന്താ വെച്ചാൽ ഈ പുഴുക്കൾ ശല്യങ്ങളൊക്കെ ഇതിന് വെറും ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിൽ വെറും വെള്ളമാണുള്ളത്, അതുകൊണ്ട് തിന്നുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങും. 1 മാസം തൊട്ടൊരു 3 മാസം കൊണ്ട് ഈ തണ്ടുകളെല്ലാം മുളച്ച് തീരും. തണ്ട് മുളച്ച് വരുമ്പോൾ കുറേ മുളയുണ്ടാവും. ഒരു തണ്ടയിൽ 5-6 ഒക്കെ മുളയുണ്ടാവും. അതായത് നമ്മൾ അതിനകത്ത് ആരോഗ്യമുള്ള ഒരു മുള നിർത്തുക. ഒരു തണ്ടയിൽ ഒരു മുള നിർത്തിയിട്ട് അതിനെ മുകളിലേക്ക് കയറ്റി വിടുക. ഒരു മുള, അതായത് 4 സൈഡിൽ നിന്ന് 4 മുള മുകളിലേക്ക് കയറുക. ഈ 4.5 അടി ഉയരം കയറി കഴിയുമ്പോഴേ ഇതിന് ഒരു 2 അടി സ്ക്വയറിലുള്ള ഒരു കോൺക്രീറ്റ് റൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ വെച്ചേക്കുന്ന പോലത്തെ കോൺക്രീറ്റ് റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് കയറ്റുക. കയറ്റി ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഇത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ തന്നെ ഒന്ന് വളച്ച് വിടണം. വളച്ച് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കൃത്യമായിട്ട് അതിനോട് പോസ്റ്റോട് ചേർത്ത് കെട്ടി കഴിയുമ്പോൾ അത് തന്നെ വളയും. തന്നെ വളഞ്ഞ് പോസ്റ്റിന് പുറത്തേക്ക് വരും. പോസ്റ്റിന് പുറത്തേക്ക് വന്ന് ഒരു 2 മാസം, ഒരു 3 മാസം, 4 മാസത്തിനുള്ളിൽ പൂക്കാൻ തുടങ്ങും. എന്നാൽ ഇത്ര കാലയളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 മാസം കഴിയുമ്പോഴത്തേക്കും ശരിക്കും പൂക്കാനുള്ള മെച്ചൂറാവും. നമ്മൾ ശ്രദ്ധിക്കണം, 2 പ്രാവശ്യം വളം ഇടണം. അതായത് രാസവളങ്ങളല്ല, ജൈവവളങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഒരു ദിവസം ഇത് ഏകദേശം ഒരു മുള ഒരു 2 സെൻറ്റിമീറ്റർ വളരും. അന്നേരം ആഴ്ചയിൽ ഒരു ദിവസം ഈ വേണ്ടാത്ത മുളകളെല്ലാം കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ ചെടിക്ക് ഭയങ്കര ദോഷമാണ്, ചെടിയുടെ ആരോഗ്യം പോകും. അത് ചെയ്ത് കൊടുത്താൽ ഈ ബാക്കി 4 മുള ഇങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്തി കഴിയുമ്പോഴത്തേക്കും 4.5 അടി മുകളിലെത്തുമ്പോഴത്തേക്കും പിന്നെ ആ മുളയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ മുളകൾ വരാൻ തുടങ്ങും. അത് നമ്മൾ കട്ട് ചെയ്യരുത്. അതിന് നമ്മുടെ ചെടി പന്തലിക്കാൻ വേണ്ടിയിട്ട് വിടുക. പിന്നെ 4 സൈഡിലേക്കും വിടുക. പിന്നെ വേണ്ടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസൊക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു 10 എണ്ണം ഷൂട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കായ പറിക്കാനും കായ കൂടുതൽ ഉണ്ടാകാനും അത് നല്ലതാണ്, എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ. കണ്ടമാനം പിന്നെ ചെടി ഭയങ്കര കാട് പോലെ നിന്നാൽ ചെടി എന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം ഏൽക്കുകയില്ല, ചെടി നല്ലോണം കായ്ക്കുകയില്ല. ഇപ്പം ഇവിടെ പിന്നെ അത്ര ചെടിയിൽ അങ്ങനെ കണ്ടമാനമൊന്നും ഇല്ല, എങ്കിലും എല്ലാത്തിലും നല്ല കായുണ്ട്. ഏകദേശം ഒരു ചെടിയിൽ ഒരു 15ഓളം കായ വെച്ചിട്ട് ഇപ്പം 2ാമത്തെ സെക്ഷൻ ആയിട്ടുണ്ട്. 3ാമത്തേലും ഒരു 5-10 മുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മെയിനായിട്ടുള്ളൊരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണ്ടുകൾക്ക് വരുന്ന ഇതാണ്. ഈ തണ്ടിന് ഇവിടെ ഇത് കണ്ടില്ല, ഇത് തണ്ട് കണ്ടില്ല, ഓട്ടയായി നിൽക്കുന്നത്.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴു കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങ് തിന്നങ്ങോട്ട് തീർക്കും. അതേപോലെ തന്നെ തിന്ന് തീർത്തിട്ട് അത് ഓട്ടയാക്കും. ഓട്ടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പഴുത്തിട്ട് ആ ചെടി ഉണങ്ങിപ്പോവും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കയറിയിട്ട് അച്ചിൾ കയറിയിട്ട് ഒച്ചെന്ന് പറയും. ഒച്ച് കയറിയിട്ട് അത് എന്ന് വെച്ചാൽ അത് ഈ മൂത്തതിനല്ല, ഈ ഇളയതിന് ഇത് അതായത് ഇതുപോലുള്ള ഇതിൻ്റെ കയറിയിട്ട് ഇത് മുഴുവൻ ഇതിൻ്റെ മെയിൻ ഭാഗം മുഴുവൻ നശിപ്പിച്ച് തിന്ന് കളയും. അന്നേരം ഈ ചെടി എന്താ അത് പോയി. പിന്നെ അന്നേരം ഇതിന് രണ്ടിനും നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡോ മിശ്രിതം നല്ല കലക്കിയിട്ട് അടിക്കുക. അന്നേരം അതിന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ വേറെ ചിലതിന് ഈ വേര് ഉണങ്ങിപ്പോവും. അതിന് പിന്നെ ബയോമരുന്നുണ്ട്, അത് കലക്കി ഒഴിക്കുക ഇങ്ങനെ നശിച്ചു പോകുന്നതിന്. പിന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ ചെടിക്ക് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി അസുഖങ്ങളൊക്കെ കുറവാണ്. പിന്നെ വേനൽക്കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം വേണം. മഴക്കാലത്ത് വെള്ളം കൂടുതലാണെങ്കിൽ അത് ചീഞ്ഞു പോകും. വേനൽക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, ഈ ചെടിക്ക് വലിയ അസുഖങ്ങളൊന്നും വരികയില്ല. പിന്നെ നമ്മളിപ്പോൾ ഇഞ്ചിയോ കാപ്പിയോ ഒക്കെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ ചെടികൾക്ക് വലിയൊരു അസുഖങ്ങളൊന്നുമില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെ ചെടി വളരുന്നുണ്ട്. പിന്നെ ചില രാസവളം ചെയ്താലാണ് ഇതിന് പിന്നെ വേറെ കണ്ടമാനം അസുഖങ്ങളൊക്കെ വരുന്നത്. എന്നുവെച്ചാൽ വേറെ പലരും പറയുന്നുണ്ട് തണ്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഭയങ്കര തണ്ടിന് മകാളി പോലെ വരുന്നുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്കിതുവരെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മളിവിടെ വെച്ചാൽ ഒന്നാമത് കേട് വരാതിരിക്കാനും പിന്നെ അതുപോലെ നമ്മളൊരു ബയോ രീതിയിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെ രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. രാസവളം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് മാത്രം കായ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചു എന്നല്ലാതെ വേറെ ഒരു രാസവളം ഉപയോഗിക്കാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കണ്ടമാന അസുഖങ്ങളൊന്നും വന്നിട്ടുമില്ല. ഈ അച്ചിലിൻ്റെ അസുഖം, പിന്നെ ഈ പുഴു തിന്നുന്നത്, അതൊക്കെ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇച്ചിരി പ്രകൃതിയിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലോ. ഇതിന് മരുന്നടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇച്ചിരി വെയിൽ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെയുള്ള സമയത്താണ് നമ്മൾ മരുന്നടിക്കുക. അത് അല്ലാണ്ട് ബാക്കിയുള്ള സമയത്ത് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അടിക്കുമ്പം തന്നെ അത് ഇതായി പോകും, വറ്റിപ്പോവും. പിന്നെ കുറച്ച് കാറ്റും കൂടുതലുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 4 മണി തൊട്ടുള്ള സമയം തൊട്ടിട്ട് ഒരു 6 മണി വരെ മരുന്നടിക്കും. അതാണ് നമ്മുടെ മരുന്നടിക്കൽ രീതി. മരുന്ന് പറഞ്ഞാൽ കണ്ടമാനം മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും ഉള്ളതിനൊക്കെ ചിലതിനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ പുഴുശല്യം കുറച്ച് ഉണ്ട്, അതേപോലെ തന്നെ അച്ചിലിൻ്റെ ശല്യവും. ഇവിടെ ഇപ്പം ഉള്ളത് പിന്നെ ഒന്ന് പിങ്കാണ്. അതിൻ്റെ പേര് ശ്രീലങ്കൻ ജംബോ എന്ന് മറ്റാണ് അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ലെങ്കിലും. പിന്നെ യമൺ യെല്ലോ എന്ന് പറഞ്ഞ ഒരു യെല്ലോ ഉണ്ട്, അത് കായ്ച്ചിട്ടില്ല, കായ്ക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതുപോലത്തെ വേറെ 2, 3, 4, ഒരു 15 ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിൻ്റെ പേര് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏകദേശം കിട്ടാവുന്നതിന് ഒരു 10-15 ഐറ്റംസ് ഞാൻ നട്ടിട്ടുണ്ട്. അതിലിപ്പം കായായത് ഈ പിങ്കാണ് കായായത്. അതൊരു കായ് ഏകദേശം ഒരു 400 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള കായാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ യെല്ലോയൊക്കെ ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. ഈ സീസണിൽ തന്നെ കുറച്ച് കായ കിട്ടും. പിന്നെ ഇതിൽ എന്താ വെച്ചാലും യെല്ലോയ്ക്കൊക്കെ മാർക്കറ്റ് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ജനങ്ങൾ വാങ്ങുന്നത് ഈ പിങ്ക് കളറിനോടാണ് എല്ലാവർക്കും കുറച്ച് താല്പര്യം കൂടുതൽ കാണുന്നത്. അതെന്ന് വെച്ചാൽ റീസണബിൾ വിലയുമാണ്, അതിന് നല്ല ഫ്രൂട്ടുമാണ്. ഇതിൻ്റെ കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് ആദ്യം തൊട്ട് കായ്ച്ചിട്ട് ഒക്ടോബർ അവസാനം വരെ കായ ഉണ്ടാവും. പൂവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് കായ പറിക്കാം. അങ്ങനത്തെ മാർച്ചിൽ തൊട്ട് പൂക്കും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അങ്ങനെ 8 മാസം പൂക്കും കായ്. അന്നേരം നമുക്ക് 8 മാസം പറഞ്ഞാൽ 8 പ്രാവശ്യം കായ പറിക്കാം. ഒരു ചെടിയെന്ന് ഏകദേശം ഈ 8 മാസം കൊണ്ട്
ഇപ്പോൾ ഒരു 100 കിലോ കായ കിട്ടും. പക്ഷെ നമ്മുടെ ചെടി അത്ര മെച്ചുറായിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിണ്ടലിനധികം കായ ഒരു ചെടിയിൽ നിന്ന് കിട്ടും. ഇപ്പം തന്നെ എൻ്റെ ഒരു ചെടിയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 50 കിലോ കായെങ്കിലും ഈ സീസണിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ ഒരു പ്രാവശ്യം പറിച്ചപ്പോൾ തന്നെ ഒരു 12 കായ കിട്ടി. ഇനിയിപ്പോൾ ഒരു 10-12 കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ട്രഡീഷണലായിട്ട് കൃഷിക്കാരാണ്. അപ്പൻ നാട്ടിൽ നിന്ന് കുറവിലങ്ങാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ വയനാട്ടിൽ വിളമ്പുകൊണ്ടുന്ന സ്ഥലത്താണ് നമ്മുടെ തറവാടൊക്കെ. ഞങ്ങളിപ്പം കൽപ്പറ്റയാണ് സെറ്റിൽഡ്. അങ്ങനെ കൃഷിക്കാരായിട്ട് അങ്ങനെ തന്നെ എല്ലാ കൃഷിപ്പണി അങ്ങനെ ചെറുപ്പത്തിലേ മുതലേ പഠിച്ചതാണ്. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് 3 പിള്ളേരുമാണ് ഉള്ളത്. 3 ആൺപിള്ളേരാണ്. 2 ആൾ ഡിങ്സും. അവർ ഇപ്പം +2 +1നും ഒരാൾ 8ലും പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ കായ ആയി കഴിഞ്ഞാൽ 30-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ഇത് പഴുക്കും. പഴുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഒരു ലൈൻ ഉണ്ട്. എന്നാൽ അത് നമ്മൾ ഗാർഡൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യും. അല്ലാതെ അങ്ങനെ പിടിച്ച് പറിക്കരുത്. എന്ന് വെച്ചാൽ കായയുടെ ഇവിടെ കേടാവും, ഡാമേജ് ആവും, മാർക്കറ്റിൽ പോവുകയില്ല, റിട്ടേൺ ആവും. ഇത് പറിച്ചിട്ട് നമ്മളിവിടെ കഴുത്തേലൊരു കൂട കെട്ടിയിട്ടാണ് പറിക്കുക. പറിച്ചതിന് ശേഷം നമ്മളത് അതേപോലെ തന്നെ ആ കൂട നിറയുമ്പോൾ അത് ബോക്സിലേക്ക് ഇടും. ക്രീറ്റ് എന്ന് പറയും. ക്രീറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി. പിന്നെ നമ്മളതിനെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് കൊണ്ടുപോയി അത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കർണാടക ആയതുകൊണ്ട് മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ നമുക്ക് കുറച്ച് കോണ്ടാക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സാധനം പോകുന്നുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇമ്പോർട്ട് എടുക്കുന്ന ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കഴിഞ്ഞ പറിക്കലിനും കൂടി 10 ടണ്ണാണ് കിട്ടിയത്. അന്നേരം മൈസൂർ കൊടുക്കും. പിന്നെ കണ്ണൂരിൻ്റെ ഒരു പാർട്ടിയുണ്ട് നമുക്ക്. പിന്നെ കോഴിക്കോടിൻ്റെ ഒരു പാർട്ടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയനാട്ടിൽ നിന്ന് അമ്പലവയലിലെ ഒരു പാർട്ടിയുണ്ട്. അവരും എല്ലാ ഫ്രൂട്ട്സും എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വരുമ്പോൾ നമ്മളെ കായ ഇപ്പം കൊണ്ടുപോയിട്ട് കുറേ മിഡിൽ ഈസ്റ്റിൽ 2-3 സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ കായ്ക്ക് സ്വതവേ ഈ കായ്ക്ക് ഒരു 500 തൊട്ടിട്ട് ഒരു 900 ഗ്രാം 1 കിലോ വരെ വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വതവേ ഇപ്പം കുറച്ച് ഒരു 150 രൂപ 200 രൂപ വില ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല, സ്വതവേ കുറച്ച് വില കുറവാണ്. നമ്മളൊരു 100 രൂപ ആവറേജ് ഒരു 100 രൂപ റേഞ്ചിലാണ് കായ കൊടുത്തത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തെ കായ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലൊക്കെ കുറേ ഇതായതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. മറ്റേ ഇപ്പോൾ 100 രൂപ 150 രൂപ 200 രൂപ കഴിഞ്ഞ വർഷം വില ഉണ്ടായിരുന്ന കായ്ക്ക്. എന്നാൽ ഇക്കൊല്ലം വില കുറവാണ്. ഇപ്പോൾ 100 രൂപ ആവറേജ് വിലയുള്ളൂ. പിന്നെ ഇപ്പം നമ്മളിപ്പം തുടക്കത്തിൽ ഇത് അങ്ങനെ വലിയ ആവശ്യക്കാരൊന്നും ഇല്ലായിരുന്നു. അന്നേരം നമ്മൾ അന്വേഷിച്ച് പല സ്ഥലത്തും പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴിങ്ങനെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കായ ആയോ എന്ന് ചോദിച്ചാൽ നല്ല എൻക്വയറി വരുന്നുണ്ട്. അങ്ങനെ അടുത്ത പ്രാവശ്യത്തെ കായൊക്കെ എടുക്കാൻ തന്നെ ഇപ്പം തന്നെ ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. വിലയുടെ കാര്യമൊന്നും തീരുമാനമായില്ലെങ്കിലും 100 രൂപ വെച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. പിന്നെ ഏകദേശം 1 ഏക്കറിൽ നിന്ന് പിന്നെ ഒരു പറിക്കലിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് കിട്ടും അവരേജ്. അങ്ങനെ ഒരു 8 പ്രാവശ്യം പറിക്കാൻ പറ്റും. അന്നേരം ഒരു ഏക്കറിൽ നിന്ന് ഒരു വർഷം ഈ വിലയ്ക്കാണ് കേട്ടോ പറയുന്നത്. അന്നേരം ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ 1 ഏക്കർ ചെയ്യുന്നതിന് ഉണ്ട്, ഇനി ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഉണ്ട്. എങ്കിലും പിന്നെ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായി തീരും. 1 ഏക്കർ കായ പറിച്ചാൽ ഒരു 8 ലക്ഷം തൊട്ട് വില കൂടിയാൽ ഒരു 10 ലക്ഷം രൂപ വരെ കിട്ടും. പിന്നെ എനിക്കിവിടെ ഒരു 4000 ചെടിയാണ് ഉള്ളത്. ഒരു 10 ഏക്കർ സ്ഥലത്താണ് നട്ടേക്കുന്നത്. നമുക്ക് ഇത് പോസ്റ്റ് സ്വന്തം വാർത്ത് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു 7 അടീൻ്റെ കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കി 2 അടി സ്ക്വയറിലുള്ള ഒരു റൗണ്ട് ഉണ്ടാക്കി അതിന് മുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് പോസ്റ്റും റൗണ്ടും കൂടെ ചേർത്ത് ഏകദേശം നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ 1000 രൂപയൊക്കെ വരുള്ളൂ. 1000 രൂപ വരും. പിന്നെ സ്ഥലം നന്നാക്കി കുഴിയെടുത്ത് വളമിട്ട് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും, അതായത് ഒരു ഏക്കറിൽ മിനിമം 400 എണ്ണം നടാം. അതായത് നമുക്കൊരു ഇനി ബേസിക്കലി ആകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയോളം 4 ലക്ഷം 5 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും.
തുടക്കത്തിൽ ചെയ്യാൻ. അതായത് പോസ്റ്റ്, പിന്നെ തണ്ട് ഞാൻ മേടിച്ചത് 100 രൂപയ്ക്കായിരുന്നു. പക്ഷേ നാസിക്കിൽ നിന്നാണ് തണ്ട് വാങ്ങിയത്. പക്ഷേ ഇന്ന് അത്ര വിലയൊന്നുമില്ല. ഇന്ന് 30 രൂപ 40 രൂപയ്ക്കൊക്കെ തണ്ട് കിട്ടാൻ, നല്ല ഇനം തണ്ട് കിട്ടാനുണ്ട്. അതുകൊണ്ട് വില കുറച്ചും കുറയും. പിന്നെ പോസ്റ്റ്, തണ്ട്, പിന്നെ കുഴിയെടുക്കൽ, സ്ഥലം ഒരുക്കൽ, അതുപോലെ തന്നെ വളമിടൽ, പിന്നെ അതിൻ്റെ ആ ഒരു കൊല്ലത്തെ പരിപാലനം. വെച്ചാൽ ഒരു കൊല്ലത്തിന് 2 പ്രാവശ്യം നമ്മൾ വളമിടണം. പിന്നെ വല്ല കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബോഡോ മിശ്രിതമാണ് അടിക്കൽ. കീടനാശിനി അടിക്കലില്ല. എന്ന് വെച്ചാൽ ഫ്രൂട്ട് ആയതുകൊണ്ട് അത് പഴത്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാം കൂടി പിന്നെ ഇതിൻ്റെ ആഴ്ചയ്ക്ക് ഇത് എന്ത് ചെയ്യണം, കെട്ടിക്കൊടുക്കൽ, പിന്നെ ചുവട്ടിൽ കാട് പറിക്കൽ. ചുവട്ടിൽ കാടുണ്ടാകരുത്. പിന്നെ അതുപോലെ തന്നെ കാട് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചുവട്ടിൽ കാട് പറിച്ചിടരുത്. ചുവട്ടിൽ വേറെ ഒരു സാധനം ഉണ്ടാകരുത്. എന്നുവെച്ചാൽ പുല്ല്, ഉണങ്ങിയ പുല്ലോ കരിയിലയോ അങ്ങനത്തെ ഒന്നും ഇടരുത്. ചുവട് എപ്പോഴും ക്ലിയറായിട്ടിരിക്കണം. ചെറുപ്പത്തിൽ തൈ വലുതാകുന്ന വരെയെങ്കിലും. തൈ വലുതായാലും അത്ര പ്രശ്നമില്ല. എന്നാലും പിന്നെ ചപ്പ് വെട്ടിയിടുന്ന അങ്ങനത്തെ ഒന്നും പാടില്ല. അതെല്ലാം കൂടെ ഒരു 4-5 ലക്ഷം രൂപയുടെ ചിലവ് വരും. 5 ലക്ഷം രൂപയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇത്. അന്നേരം നമുക്ക് എങ്ങനെയായാലും നഷ്ടമൊന്നും വരികയില്ല. നല്ല രീതിയിൽ കായ്ക്കാൻ ഒരു വില കിട്ടുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കൊല്ലം തന്നെ മുതലാവും. ഈ ചെടീൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിപ്പം 1.5 വർഷമായ ചെടിയാണ്. ഏകദേശം ഒരു 20 കൊല്ലം 25 വർഷം വരെ നിൽക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ലൈഫ്. പിന്നെ കേടൊന്നും വന്നില്ലെങ്കിൽ കേട്ടോ, ഇനിയിപ്പോൾ പുതിയ കേടുകൾ എന്തെങ്കിലും വരുമോ അറിയത്തില്ല. അതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 10-25 വർഷം നിൽക്കുന്നത് ചെടിയായതുകൊണ്ടാണ് നമ്മളെന്ത് ഈ കോൺക്രീറ്റ് പോസ്റ്റും പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ ഈ റൗണ്ടും എല്ലാം കൊടുക്കുന്നത്. മറ്റേ ചിലർ ടയറിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ടയറൊക്കെ 10-25 കൊല്ലം നിൽക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ ചെയ്തേക്കുന്നത് മുഴുവൻ കോൺക്രീറ്റ് പോസ്റ്റും പിന്നെ കോൺക്രീറ്റ് റൗണ്ടും ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇന്നത്തെ കാലത്ത് ശരിക്കും വെച്ചാൽ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ യുവതലമുറയ്ക്ക് വെറുപ്പാണ്. എല്ലാവർക്കും ജോലി, വിദേശത്ത് പോകണം, യൂറോപ്പിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെയാണുള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ദൈവാനുഗ്രഹവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള നമുക്കൊരു എഫേർട്ടും ഉണ്ടെങ്കിൽ എവിടെയും പോകുന്നതിനും നന്നായി നമുക്ക് ഇവിടുന്ന് മെച്ചമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടണം, അല്ലാതെ വെറുതെ നടന്നിട്ട് കാര്യമില്ല. ഡെയിലി ഒരു 10-12 മണിക്കൂർ വർക്ക് ചെയ്യണം. യുവതലമുറയ്ക്കാകുമ്പോൾ അതിനുള്ള ആരോഗ്യം, എനർജി ഉണ്ടാവുകയും ചെയ്യും, പറ്റുകയും ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നല്ല സ്കോപ്പുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ ഒത്തിരി ഫ്രൂട്ട് ഐറ്റംസൊക്കെ നല്ല വിലയുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ അതുപോലെ നമ്മുടെ നാടിനും നല്ലതാണ്. നമുക്ക് പിന്നെ വരുമാനത്തിനും പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ രാസവളം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കെമിക്കൽ ഉണ്ടാക്കുന്നത് പോലെയല്ല. നല്ല ബയോ ആയിട്ട് ചെയ്താൽ അത് കഴിക്കുന്നവർക്കും നമുക്കും അതിൻ്റെ അനുഗ്രഹം നമുക്കും കിട്ടും, കഴിക്കുന്നവർക്കും അതിൻ്റെ ഗുണമുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നവരും ഇങ്ങനെയുള്ള നല്ല ഈ കൃഷികളിലേക്കൊക്കെ വരണം. എന്നാലേ നമുക്ക് കണ്ടമാനം വേറെ മറ്റ് രാജ്യങ്ങളെയോ അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിൽ എന്താ വെച്ചാൽ കൃഷി ചെയ്യുന്നതിൽ കുറേ പ്രശ്നങ്ങളുള്ള ഒന്ന് എന്താ വെച്ചാൽ യൂണിയൻ പ്രശ്നം. വെച്ചാൽ കൃഷിക്കാർക്ക് യൂണിയനൊന്നും ഉണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ല. പിന്നെ കൃഷിക്കാരെ നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് സംരക്ഷിക്കലില്ല. കൃഷിക്കാരെ എല്ലാത്തിനും പിന്നെ ഒന്നിനും വില കിട്ടുകയില്ല, ഒന്നും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ കാര്യമായാലും അതേപോലെ തന്നെ കാപ്പിയുടെ കാര്യമായാലും തെങ്ങയുടെ കാര്യമായാലും ഒന്നും ശ്രദ്ധിക്കില്ല. അതേ സമയത്ത് കർണാടകത്തിൽ നേരെ മറിച്ചാണ്. കൃഷിക്കാരന് വേണ്ട വളം, വിത്ത് എല്ലാം സബ്സിഡി, പിന്നെ കരണ്ട് സബ്സിഡി. കൃഷിക്കാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരുടെ കാര്യം ഫസ്റ്റിലേ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ട് കർണാടകയിൽ. പിന്നെ ഇവിടെ യൂണിയൻ പ്രശ്നങ്ങളില്ല. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കുകയില്ല. അതൊക്കെയാണ് കർണാടകയിലേക്ക് വന്ന് കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കുകയില്ല. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ വളം കിട്ടിയാല, വിത്തില്ല, കറണ്ടില്ല. അതുപോലെ കറണ്ട് കണക്ഷന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ കയറി ഇറങ്ങി നടക്കണം.
അതും മര്യാദയ്ക്ക് കിട്ടിയാല. ഒരു കണക്ഷൻ മാറ്റണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ട്. അതൊക്കെയാണ് നമ്മുടെ നാടും കർണാടകയായിട്ടുള്ള വ്യത്യാസം. കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ കർണാടകയാണ് നല്ലത്. കേരളത്തിലെ ഗവൺമെൻറ്റിന് നമ്മുടെ കൃഷിക്കാരുടെ കാര്യത്തിൽ നിന്ന് യാതൊരു ശ്രദ്ധയില്ല.